ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടാൻ പറ്റിയ നല്ലൊരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. ചോറൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് ഇതുപോലെ ഒന്ന് കൊടുത്തു വെക്കും, ഒരു പീസ് പോലും ബാക്കി ഉണ്ടാവില്ല. അപ്പോൾ എന്തായാലും വീഡിയോസ് കാണാൻ ട്രൈ ചെയ്യാം. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ഏകദേശം ഒരു 400 ഗ്രാമോളം ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത് ചേർത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ നിറയെ കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക, കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. നമ്മളിത് ലഞ്ച് ബോക്സിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ രാത്രിക്ക് തന്നെ ചിക്കനൊക്കെ ഫ്രൈ ചെയ്ത് വെക്കുകയാണെങ്കിൽ രാവിലെ എളുപ്പമാണ് കേട്ടോ. പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതും ചേർത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ വിനാഗിരിയും കൂടെ ചേർത്തിട്ടുണ്ട്. ലെമൺ ജ്യൂസ് ആയാലും മതി. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതിനൊരു അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോഴേക്കും മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് കിട്ടും. അതിനുശേഷം ഇതിനകത്തോട്ട് ഞാൻ ഒരു കോഴിമുട്ട ചേർക്കുന്നുണ്ട്. ഒരു 1/2 കിലോ ചിക്കൻ ഏകദേശം ഒരു കോഴിമുട്ട കറക്റ്റ് ആയിരിക്കും കേട്ടോ. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു 3 ടീസ്പൂണോളം കോൺഫ്ലോർ ചേർക്കുന്നുണ്ട്. നന്നായിട്ട് ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ലപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ബോൺലെസ് പീസ് വെച്ചിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ഞാൻ എല്ലുള്ള പീസ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതേ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ കുറച്ച് ഓയിൽ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൽക്കിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം നമുക്ക് ഇങ്ങനെ ചെറുതായിട്ട് ഇട്ട് കൊടുക്കാം. 2 ബാച്ചിൽ നമുക്ക് ഫ്രൈ ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു സൈഡ് റെഡി ആകുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ 2 സൈഡും നന്നായിട്ടൊരു 10 മിനിറ്റ് വെച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത് ഞാൻ മുഴുവനും ലഞ്ച് ബോക്സിലേക്ക് എടുക്കുന്നില്ല, കുറച്ച് ഞാൻ രാത്രി ഡിന്നറിന് സൈഡ് ഡിഷായിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ബാക്കിയാണ് ഞാൻ എടുക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ടില്ല. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് സാധാരണ ചിക്കൻ പൊരിക്കുന്ന പോലെ പൊരിച്ചെടുത്താലും മതി, ഒരു കുഴപ്പമില്ല. ഇനി നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത എണ്ണ കുറച്ച് ഇതിൽ തന്നെ വെച്ചിട്ട് ബാക്കി മാറ്റിയിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും കുറച്ച് കറിവേപ്പിലയും 1 സവാളയും കൂടെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ നേരം വെളുത്തിട്ടാണ് ഈ ഒരു പരിപാടി ചെയ്യുന്നത്, മസാല ഉണ്ടാക്കൽ. പിന്നെ നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ചിക്കനിലൊക്കെ ഓൾറെഡി ഉപ്പുള്ളതാണ്, അപ്പോൾ അത് നോക്കിയിട്ട് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത് ചേർത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ പണികളൊക്കെ കുറച്ച് രാത്രി ചെയ്ത് വെക്കുകയാണെങ്കിൽ രാവിലെ നമുക്ക് ഈസി ആയിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ. അധികം സമയം വേണ്ടി വരില്ല. പിന്നെ ഒരു ചെറിയ കഷ്ണം ക്യാപ്സിക്കം നീളത്തിൽ കട്ട് ചെയ്തിട്ട് അതും ചേർക്കുന്നുണ്ട്. ഒരുപാട് വഴറ്റേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് കടിക്കുന്ന പരുവം മാറിയാൽ മതി. ഇനി ഞാൻ ചിക്കൻ ഒന്ന് കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ എല്ലൊക്കെ കളഞ്ഞിട്ട് ബാക്കിയുള്ള പീസാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നല്ലപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് ഇതിനൊരു 5-6 മിനിറ്റ് ഒന്ന് നന്നായിട്ട് ചൂടാക്കി എടുക്കുക. അപ്പോൾ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇത്രയും മതി, നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ബാക്കി ചെയ്തു തുടങ്ങാം. ഞാൻ ഇവിടെ ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ ജസ്റ്റ് ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസ് വെച്ച് കൊടുക്കുകയാണ്. മയണൈസ് കയ്യിലുണ്ടെങ്കിൽ അത് വെച്ച് കൊടുക്കാം കേട്ടോ, കുറച്ചും കൂടെ ടേസ്റ്റി ആയിരിക്കും. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇത് നമുക്ക് വേണമെങ്കിൽ ചപ്പാത്തി ഉണ്ടാക്കിയതിന് ശേഷം അതിലേക്ക് ചിക്കൻ ഫില്ല് ചെയ്ത് റോളാക്കിയിട്ട് ഷവർമയൊക്കെ ചെയ്യുന്ന പോലെ റോളാക്കി കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യും. ഇവിടെ മുന്നിൽ അതിനേക്കാളും ഇഷ്ടം ഇങ്ങനെ ചെയ്യുന്നതാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഉണ്ടാക്കിയിട്ടുള്ള ഫില്ലിങ് കുറച്ച് ഇതിലേക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ ഞാനിത് 2 വലിയ തവി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനൊന്ന് മടക്കിയെടുക്കുകയാണ്. അപ്പോൾ ഷേപ്പ് എങ്ങനെ വേണം, ഏത് വേണം എന്നൊക്കെ ഉള്ളത് നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം. ഞാൻ ഒരു അടയുടെ ഷേപ്പിൽ ജസ്റ്റ് ഒന്ന് മടക്കി കൊടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ നന്നായിട്ട് സൈഡൊന്ന് ഒട്ടിച്ച് കൊടുക്കുക. ചുട്ട് വരുന്ന സമയത്ത് ഇല്ലെങ്കിൽ മസാല പുറത്തേക്ക് പോവും. അപ്പോൾ നല്ല പോലെ ഇത് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സൈഡ് വേണമെങ്കിൽ നമുക്ക് ഡിസൈനൊക്കെ കൊടുക്കാം കേട്ടോ. ഇനി ഒരു പാനിലേക്ക് നമുക്ക് നെയ്യ് കുറച്ചൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നെയ്യിൽ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ബട്ടർ വേണമെങ്കിലും എടുക്കാം. എന്നിട്ട് ഇതിനൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ സ്കൂളിലേക്ക് കൊടുത്തു വിടാൻ ഏകദേശം ഒരു 3 പീസൊക്കെ കട്ട് ചെയ്തതിന് ശേഷം 3 പീസൊക്കെ മതിയാവും കുഞ്ഞുമക്കളൊക്കെ ആണെങ്കിൽ. അപ്പോൾ തിരിച്ചും മറിച്ചു വിട്ടിട്ട് നമുക്കിതിന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. സൈഡ് വേവാൻ കുറച്ച് സമയം കൊടുക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് റോൾ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ ഫില്ല് ചെയ്തിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. പൂരി പോലെ വേണമെങ്കിൽ നമുക്ക് ഫില്ല് ചെയ്തെടുക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഒരു ഇതിനനുസരിച്ച് ചെയ്താൽ മതി. അപ്പോൾ ഇത് 2 സൈഡും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തിട്ട് ടിഫിൻ ബോക്സിൽ വെച്ച് കൊടുക്കാം. ഇതിൻ്റെ കൂടെ സൈഡ് ഡിഷ് ഒന്നും വേണമെന്ന് നിർബന്ധമില്ല, കുട്ടികൾക്ക് വേണമെങ്കിൽ മാത്രം വെച്ച് കൊടുത്താൽ മതി. നല്ല ടേസ്റ്റിയാണ്. ചോറൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കല്ലേ. മറ്റൊരു നല്ല കിടിലൻ ലഞ്ച് ബോക്സ് റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്